ഹലോ ഹായ് നികിത റബിലാണ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. നെയ്ച്ചോറിൻ്റെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് സോയ ചങ്ങാണ് ചിക്കൻ കറി പോലെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കറി ആക്കുന്നതിൻ്റെ മുന്നേ ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇടും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എഗ്ഗ് ബോയിൽ ചെയ്തെടുത്താണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഇതിലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞ് തണുത്തിട്ട് പിഴിയാൻ പറ്റുള്ളൂ, നല്ല ചൂടായിരിക്കും. അപ്പോൾ തൽക്കാലം അതിലുള്ള വെള്ളം പുറത്തേക്ക് ഒഴിക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കുക ഞാൻ അതും കുക്കറിൽ തന്നെയാണ്. ഒക്കെ എളുപ്പപ്പണിയാണ്. അപ്പോൾ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും അങ്ങനെയാണ് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. സ്പൈസസ് ആയിട്ട് ഗ്രാമ്പു, പട്ടയിലയും ഏലക്കായും മാത്രമേ ചേർക്കുന്നുള്ളൂ. പട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ സവാള ആഡ് ചെയ്തു. അതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടി ചേർത്തിട്ടോ. ഒരു നേരത്തേക്ക് നമ്മൾ എപ്പോഴും റൈസ് ഐറ്റംസ് ഉണ്ടാക്കാറുള്ളൂ. ചോറായാലും നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും എന്തായാലും ഒരു നേരേ കഴിക്കുന്നുള്ളൂ. അപ്പം അത്രയും കുറഞ്ഞ അളവിൽ ഞാൻ ഉണ്ടാക്കുള്ളൂ. അത് എത്രയാണോ അളവ്, ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. എന്നാലും ചെറുതായിട്ടൊരു ഇത്തിരി ഞാൻ പൊടിക്ക് വെള്ളം കുറയ്ക്കും കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് വഴറ്റിയിട്ട് വെയിറ്റ് ഇട്ടിട്ടാണ് ലിഡ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ ഒരു വിസിൽ വന്ന പാടെ നമുക്കത് ഓഫ് ചെയ്യാം. സോയാചങ് തിളപ്പിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച് റെഡിയാക്കിയത് തണുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ പിഴിഞ്ഞിട്ട് കുറച്ച് വലിപ്പമുണ്ട്, അപ്പോൾ പിഴിഞ്ഞ് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ടെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ എന്താ പറയുക, നമ്മളുടെ ചിക്കൻ വറുക്കാൻ പാകാക്കി വെക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ സോയാചങ് പാകാക്കുന്നത് കേട്ടോ. ഈ സോയാചങ് കറി വെക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. സാധാരണ അത് ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിവാക്കി സ്ട്രെയിൻ ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാം. അപ്പം ഞാനത് എനിക്ക് കൂടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കുമ്പോൾ അത് വറുത്തിട്ടാണ് ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്യുക. അപ്പം അങ്ങനെയാകുമ്പോൾ എനിക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ ഇഷ്ടക്കേടൊന്നും തോന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ആദ്യം കംപ്ലീറ്റ് എല്ലാം ഇത് കുഴച്ച് വെച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ വെച്ചതിന് ശേഷം വറുത്തെടുക്കും ഫുള്ള്. എന്നിട്ടാണ് കറിയിലേക്ക് ആഡ് ചെയ്യുക. ആസ് യൂഷ്വൽ ഈ വെളുത്തുള്ളി നന്നാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുപോലെ ഈ നഖമൊക്കെ അല്ലേ, അതിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നഖം പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ നമുക്ക് പുറമെ ഈ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് മെനക്കെട്ടിട്ടായാലും ഇഷ്ടമില്ലെങ്കിലും കൂടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ആ കറിയിലേക്കും കുറച്ച് ഇത് നമ്മളുടെ സോയാചങ് മാഗ്നേറ്റ് ചെയ്ത് വറുക്കാൻ മാഗ്നേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്കും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ ജിഞ്ചർ ഗാർലിക് പിന്നെ നമ്മളുടെ മുളകും കൂടി ക്രഷ് ചെയ്തിട്ടുള്ള അതും കൂടി ആഡ് ചെയ്തിട്ട് കുഴച്ച് വയ്ക്കാം. ഇനി സവാള നമുക്ക് വഴറ്റിയെടുക്കണം. സവാള സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണയില്ല. അതിൽ വഴറ്റി കുറച്ച് ഉപ്പിട്ട് വഴറ്റി എടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സ്പൈസസും പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിൽ ഞാൻ മുളക് പൊടി കുറച്ച് കുറവാണ് ഇടുന്നത്. ഞാൻ മല്ലിപ്പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഒരു മസാലക്കറി മല്ലിപ്പൊടി കൂടുതലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒനിയൻ, അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പീൽ ചെയ്തതൊക്കെ കളയാൻ വേണ്ടിയിട്ട്
കവറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കാണുന്ന ഒരു സ്പേസില്ലേ, ഇത് മാത്രമേ ഞങ്ങളുടെ കിച്ചണിലുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കിച്ചണാണ് ഉണ്ടാവുക. അപ്പം ഈ ഈ ഈ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത്, അത് അവിടെയാണ് സിങ്ക് വരുന്നത്. ഇത്രയും സ്പേസ് മാത്രമേ നമ്മുടെ കിച്ചണിലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ നമ്മളെ നെയ്ച്ചോറിന് ഒരു വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പ്രഷർ കുക്കറിലായതുകൊണ്ട് അത് അതേപടി അതിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, എന്നിട്ട് അത് മാറ്റി വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കേക്ക് രൂപത്തിൽ കട്ട പിടിച്ചു പോകും. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം കഴിക്കാനുള്ളതല്ലേ. അപ്പം വാവനെ സ്കൂളിൽ നിന്ന് കൂട്ടി വന്നതിന് ശേഷമാണ് ഈ പ്രിപ്പറേഷൻ. വാവ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. നെയ്ച്ചോറൊക്കെ സെറ്റാണ്, വേവൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇനി സോയാ ചങ്ക് വറുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുന്നേ കുറച്ച് പപ്പടം ഉണ്ട്. നമ്മൾ ഇവിടുത്തെ പപ്പടമാണ് കേട്ടോ. ഈ ഒരു സൈസാണെങ്കിലും കൂടി അത് നമ്മൾ കാച്ചി വരുമ്പം കുറച്ച് വലിപ്പം കൂടി വരും. അങ്ങനെയാണ്. നമ്മളെ നാട്ടിലത്തെ ആ പപ്പടം പോലെയല്ല, കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ പപ്പടം കാച്ചി കഴിഞ്ഞിട്ടാണ് ഞാൻ സോയാ ചങ്ക് വറുക്കാൻ പോകുന്നത്. ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഇതുപോലെ സോയാ ചങ്ക് ആയാലും എന്ത് വറുക്കുന്നുണ്ടോ അത് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം കേട്ടോ. അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സവാള വഴറ്റാം. സവാള വഴറ്റുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ടാൽ വേഗം വഴണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റുക. ഗ്രാമ്പൂ ഇടുന്നുണ്ട്, പിന്നെ ബേ ലീഫ് അതും ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കറിയിലേക്ക് ആഡ് ചെയ്യാൻ, അതും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഞാൻ വെക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൂടായി കഴിഞ്ഞിട്ട് അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മളുടെ ഉരുളക്കിഴങ്ങ് വേവണം അതിന് കിടന്നിട്ട്. അത് വെന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തക്കാളി ആഡ് ചെയ്യാം. കുറച്ചുകൂടി വേസ്റ്റൊക്കെ ഉണ്ട് കവറിലാക്കാൻ വേണ്ടിയിട്ട്, അതും കൂടി നമുക്ക് ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എഗ് ഷെല്ലും പിന്നെ ഓണിയൻ്റെ തൊലിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി തക്കാളി കട്ട് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചില്ലേ ഉരുളക്കിഴങ്ങ്, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് കുറച്ചും കൂടി വെന്തോട്ടെ. അപ്പോഴേക്കും ഇന്നത്തെ സാലഡ് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ സാലഡിനായിട്ട് കുക്കുംബർ, പൊമഗ്രാനൈറ്റ്, ആവക്കാഡോ, ഈ 3 ഐറ്റംസാണ് ഇട്ടുള്ളത്. അവക്കാഡോ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി. നമുക്ക് ഗ്രീൻ കളറിലുള്ളതായിരുന്നു കിട്ടിയത്. അപ്പോൾ ഗ്രീൻ കളർ എന്താ, പുറമെ ഗ്രീൻ ആണെങ്കിൽ ഉള്ളിൽ പഴുത്തിട്ടില്ല എന്നാണല്ലോ. അപ്പോൾ പൊമഗ്രാനൈറ്റ് ഒക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് ഇന്നത്തേക്ക് നല്ല പഴുത്തിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്താ സ്ഥിതിയെന്ന് അറിയില്ല. അതിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നോക്കട്ടെ എന്താ സ്ഥിതി എന്ന്. ഒന്നും അറിയില്ല. ഒന്നുകിൽ ഇത് ഡ്രസ്സിങ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇത് കംപ്ലീറ്റ് കേടായി പോയിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ട്. ഇതിൻ്റെ സീസണാണോ എന്താണെന്നൊന്നും അറിയില്ല. നമ്മളിവിടുന്ന് വാങ്ങിച്ചപ്പോൾ നല്ല റേറ്റും ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി. ഒഴിവാക്കല്ലാതെ വേറൊന്നും വൃത്തിയില്ല. ഈ നമ്മളുടെ ഇത് നേരത്തെ കറിക്കുള്ളതെല്ലാം ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്താൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് മാത്രം മതി, കറി റെഡിയാവും കേട്ടോ. ഇന്നത്തെ സാലഡിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പൊമഗ്രാനൈറ്റും കുക്കുംബറും മാത്രമേ ഉള്ളൂ. ഞാൻ ഹണിയാണ് പിന്നെ കുറച്ച് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഹണി ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് പെപ്പർ പൗഡറും പിഞ്ച് സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സാലഡ്. നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടാൻ ചെറിയൊരു കാര്യം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി, അതായത് നമ്മൾ സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച്
നമ്മളുടെ ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ, പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അത് അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കുക. അതിൽ കുറച്ച് ഉപ്പ് ഇടാം. പിന്നെ ഇടുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് കേട്ടോ, കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അധികം നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഏട്ടൻ പറയും ഇങ്ങനെ ഉണ്ടാക്കിക്കോ എന്ന് പറയും. അങ്ങനെ ഇന്നത്തെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ്, സോയ ചങ്കറി, ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാറ്, സോയ തന്നെ പൊരിച്ചത്, ഒരു ബോയിൽഡ് എഗ്, പപ്പടം, പിന്നെ സവോള സാലഡ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഈ ഒരു ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലർക്ക് ഹെവി ആയിട്ട് ലഞ്ച് കഴിക്കണം എന്നാണ്. അപ്പം ഞങ്ങളിന്ന് ഇത് മതിയെന്ന് തീരുമാനിച്ചു. അത്ര ഹെവി ആയിട്ടൊന്നുമല്ല ഉണ്ടാക്കാറ്. ഈ ഒരു സാലഡ്, ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഏട്ടൻ വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ വിളമ്പിയത് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഏട്ടന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ടാറ്റാ ബൈ ബൈ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.